സ്നേഹമുള്ളവരെ, ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം, അതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സാമ്പത്തിക ശാസ്ത്രം അറിയണം, ഏറ്റവും മിനിമം അറിഞ്ഞാൽ മതി. കാരണം ഈ പശ്ചിമേഷ്യയുടെ ഈ സംഘർഷം നടക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് ചെങ്കടലിൻ്റെ തീരത്താണ്. അത് ഈജിപ്ത്, ഇസ്രായേൽ, ലെബനോൺ, സിറിയ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഘർഷം മുഴുവൻ നിലനിൽക്കുന്നത്. ഈ സംഘർഷം നിലനിൽക്കുന്നതിൻ്റെ സാമ്പത്തിക കാരണം എന്താണ്, രാഷ്ട്രീയ കാരണം എന്താണ്, ഇത് രണ്ടുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സാമ്പത്തിക കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിൻ്റെ സമ്പത്ത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് രൂപം കൊള്ളുക എന്ന് നാം മനസ്സിലാക്കണം. ആദിമകാലം തൊട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്, അത് ഇന്നും യാഥാർത്ഥ്യമാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ നോക്കുക, ഒരു കർഷകനെ നോക്കുക, അല്ലെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളിയെ നോക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിദഗ്ധനെ നോക്കുക. ഇവർക്കാർക്കും ഒരു പരിധി വിട്ട് ധനവാന്മാരാകാൻ കഴിയില്ല. എന്നാൽ ധനവാന്മാരാകുന്നത് മുഴുവനും ട്രേഡേഴ്സാണ്, കച്ചവടക്കാരാണ്. അത് ഉൽപ്പാദനം നടത്തിയ വസ്തു തന്നെ വിറ്റഴിക്കുമ്പോൾ വരുന്ന വാല്യൂ ആഡഡാണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ എൻ്റെ ഒരു വിദ്യാർത്ഥി, അവൻ എൻ്റെ ക്ലാസ്സിൽ 1982 പഠിച്ചിട്ടുള്ളതാണ്. അവനൊരു പോസ്റ്റ് അയച്ചിരുന്നു, സാറേ 40 രൂപയ്ക്ക് ഞാൻ വിറ്റ നേന്ത്രക്കായയുടെ കുല എൻ്റെ കൺമുമ്പിൽ വെച്ച് ആ കച്ചവടക്കാരൻ 80 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ കർഷകൻ ഈ അധ്വാനം കൊണ്ടുണ്ടാക്കുന്നത് 40 രൂപയാണ്. എന്നാൽ ആ കച്ചവടക്കാരന് ഒരു നിമിഷം കൊണ്ട് കിട്ടുന്നത് 80 രൂപയാണ്. ഇതാണ് ട്രേഡ് ഉണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടം. അപ്പോൾ വാല്യൂ ആഡഡ്, അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു വസ്തു അതിൻ്റെ ഏറ്റവും ആവശ്യമുള്ളവൻ്റെ അരികിലേക്ക് എത്തുമ്പോഴാണ് അതിന് മൂല്യം കിട്ടുക. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് ട്രേഡ് എങ്ങനെ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ പഴയകാലം തൊട്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു, ചൈനയിലേക്ക് വന്നിരുന്നു. ഇതിനെ നമ്മൾ പരിശോധിച്ചാൽ കാണാം, 2 പ്രധാന റൂട്ടുകളുണ്ട്. അത് ഒരു വഴിയെ പറയുന്ന പേര് സ്പൈസ് റൂട്ട് എന്നാണ്, മറ്റൊരു വഴിയെ പറയുന്ന പേര് സിൽക്ക് റൂട്ട് എന്നാണ്. അപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഇറാനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയായി നമ്മുടെ ഇന്ത്യയുടെ കാശ്മീരിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭാരമുള്ള വഴിക്ക് ചൈനയിലേക്ക് പോകുന്ന വഴിയാണത്. അതിനെ വിളിക്കുന്ന പേരാണ് സിൽക്ക് റൂട്ട്. ഇനി ചെങ്കടലിൽ നിന്ന് ഈ ഈജിപ്തിൻ്റെ തീരത്ത് നിന്ന് പുറപ്പെട്ട് അറബിക്കടലിലൂടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓരം പറ്റി ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നു വന്ന് പാകിസ്ഥാൻ, ഗുജറാത്ത്, ബോംബെ, മംഗലാപുരം അങ്ങനെ വന്ന് ഇന്ത്യയെ ചുറ്റി വളഞ്ഞ് ചൈനയിലേക്ക് കടൽ മാർഗ്ഗം ഇന്തോനേഷ്യയിലേക്കും പോകുന്ന വഴിയാണ് സ്പൈസ് റൂട്ട്. അപ്പോൾ ഈ സ്പൈസ് റൂട്ടിൽ BC 1000 മുതലുള്ള കച്ചവടത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ കാണാം, സ്പൈസ് റൂട്ടിൽ നിന്ന് കിട്ടുന്ന കുരുമുളക് 10 രൂപയ്ക്ക് വാങ്ങുന്ന കുരുമുളകാണ് 150 രൂപയ്ക്ക് അവർ ഈജിപ്തിലും 200 രൂപയ്ക്ക് അവർ യൂറോപ്പിലും കൊണ്ട് വിറ്റിരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ആഡഡ്, അതിൻ്റെ ലാഭത്തിൻ്റെ ശതമാനം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ട്രേഡ് റൂട്ടിലെ നിർണായകമായ ഒരു സ്ഥലമാണ് ഈജിപ്ത്, സൂയസ് കനാൽ, ചെങ്കടൽ, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടൽ. അത് ആഫ്രിക്കയ്ക്കും സ്പെയിനിനും ഇടയിലുള്ള കടലിടുക്കിലൂടെ കടന്നുപോയി അറ്റ്ലാന്റിക് ഓഷനിലേക്ക് പ്രവേശിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇന്ത്യൻ ഓഷനിലേക്കും അറേബ്യൻ സീയിലേക്കും കടക്കാനുള്ള ഏക വഴിയാണ്
ഈജിപ്ത്. അത് ആ ഈജിപ്തിൻ്റെ ഏക വഴിയിൽ ഇപ്പോൾ ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഈ സൂയസ് കനാൽ പണിതിരിക്കുന്നത്. അപ്പോൾ സൂയസ് കനാലിൻ്റെ ഉടമസ്ഥത കൈകാര്യം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഇപ്പോഴും ഫ്രാൻസും ബ്രിട്ടനാണ്. അതിൻ്റെ പൈസ മുഴുവൻ ലഭിക്കുന്നത് ഈജിപ്തിനാണ്. അങ്ങനെയാണ് അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നത്. അപ്പോൾ BC 1000 ആണ്ടിൽ തന്നെ, ക്രിസ്തുവിന് മുൻപ് 1000 ആണ്ടിൽ തന്നെ വ്യാപകമായി കച്ചവടം നടക്കുമ്പോൾ ഈജിപ്തിലൂടെ കാൽനടയായിട്ട് കുറച്ച് ദൂരം കടന്നു പോയിട്ടാണ് പിന്നീട് ഇന്ത്യൻ ഓഷ്യനിലേക്ക്, അറബിക്കടലിലേക്കുള്ള തുറമുഖത്ത് വന്ന് അവർ വ്യാപാരം നടത്തിയിരുന്നത്. അപ്പോൾ ഈജിപ്തുമായി ഒരു ബന്ധമുണ്ടാക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമായിരുന്നു. അപ്പോൾ റോം വളരെയധികം കാലം ഈജിപ്തിനെ കീഴടക്കിയിരുന്നു. ഇതാണ് ഈജിപ്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഈജിപ്തിൻ്റെ മറ്റൊരു പ്രത്യേകത കിടക്കുന്നത്, ഈജിപ്ത് ഒരു ആഫ്രിക്കൻ രാജ്യമാണെന്ന് പലർക്കും അറിയില്ല. കാരണം ഈജിപ്ത് കിടക്കുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് കടക്കാനുള്ള ഏക കരമാർഗമുള്ള വഴി എന്ന് പറയുന്നത് ഈജിപ്താണ്. അപ്പോൾ കാൽനടയായിട്ട് നടന്നു വരാം നമുക്ക്. അപ്പോൾ അങ്ങനെ യൂറോപ്യൻസിന് ഏഷ്യയിലേക്ക് കടക്കാനും യൂറോപ്യൻസിന് ആഫ്രിക്കയിലേക്ക് കടക്കാനും, കാരണം ആഫ്രിക്കയിൽ നിന്നാണ് ഇഷ്ടം പോലെ രത്നം, വെള്ളി, സ്വർണം മുതലായവ ഖനനം ചെയ്ത് അടിമകൾ ഇവരൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിറ്റിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈജിപ്തിൻ്റെ തന്ത്രപ്രധാനമായ ആ ലൊക്കേഷൻ്റെ പ്രത്യേകത മനസ്സിലായി. ആ ലൊക്കേഷൻ പിടിച്ചടക്കുക എന്നതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗം. കാരണം എല്ലാ കടലിടുക്കുകളിലും സംഘർഷമുണ്ട്, എല്ലാ കടലിടുക്കുകളിലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചൈനയും നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? സൗത്ത് ചൈന സീ എന്നത് നിങ്ങൾ മാപ്പിൽ പരിശോധിക്കുക. ഈ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു രാജ്യത്തിന് 200 നോട്ടിക്കൽ മൈൽ കടലിൽ സ്വന്തമാണ്. അപ്പോൾ 200 നോട്ടിക്കൽ മൈൽ കടലിൽ സ്വന്തമാണെന്ന് പറഞ്ഞാൽ അവിടെ എണ്ണ ഖനനം ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ 200 നോട്ടിക്കൽ മൈൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ശ്രീലങ്കയുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ പോകും. ഇതേപോലെയാണ് സൗത്ത് ചൈനയിൽ കിടക്കുന്നത്. വിയറ്റ്നാമും സൗത്ത് കൊറിയയും ഫിലിപ്പൈൻസും എല്ലാം സൗത്ത് ചൈന സീയിൽ കിടപ്പാണ്. ഫിലിപ്പൈൻസിൻ്റെ മേലേക്കൂടെ ഈ സൗത്ത് കൊറിയയുടെ രണ്ടിൻ്റെ ഇടയിലൂടെ വേണം നമുക്കിങ്ങോട്ട് കടന്നു വരാനായിട്ട്. അപ്പോൾ പസഫിക് ഓഷനിൽ നിന്ന് ഈ വെസ്റ്റ് പസഫിക് ഓഷനിലേക്ക് കടന്ന് ചൈന സീയിലേക്ക് കടന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കടലിടുക്കായി. ഇത് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഈ നമ്മൾ പറയുന്ന ഈ ഇറാൻ, ഇറാഖ് എന്ന് പറയുന്നതാണ് പഴയ ബാബിലോണിയ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അപ്പുറത്തുള്ള ഒരു മുകൾ ഭാഗത്ത് എന്ന് വെച്ചാൽ നോർത്ത് സൈഡിൽ ഇറാൻ കിടക്കുന്നു, സൗത്ത് സൈഡിൽ ഇറാഖ് കിടക്കുന്നു. ആ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളിലെ വെള്ളം വന്ന് വീഴുന്ന സ്ഥലമാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, അവരൊക്കെ എടുക്കുന്നത് ഈ ഗ്യാപ്പിലാണ്. അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹോർമൂസ് കടലിടുക്ക്. സൗത്ത് അമേരിക്കൻ നോർത്ത് അമേരിക്കൻ തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പനാമ സ്ട്രെയ്റ്റ്. അപ്പോൾ എല്ലാ കടലിടുക്കുകളിലും സഞ്ചാര വഴികളിലും ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം പ്രത്യേകിച്ച് സൂയസ് കനാലിൻ്റെ പ്രത്യേകത, അതിപ്പോൾ 200 വർഷമായിട്ടുള്ള അത് കൺസ്ട്രക്ട് ചെയ്തിട്ട്, ആ സൂയസ് കനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂയസ് കനാൽ അടഞ്ഞാൽ പിന്നെ വാസ്കോഡിഗാമ വന്ന പോലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ആഫ്രിക്കേനെ ചുറ്റി ആയിരക്കണക്കിന് മൈലുകൾ ചുറ്റിയിട്ട് വേണം ഈ കപ്പലുകൾക്കെല്ലാം ഇന്ത്യയിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വരാനായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൂയസ് കനാലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഈജിപ്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അന്നും ഇന്നും നിർണായകമായ സ്ഥലമാണ്. കാരണം ട്രേഡ് നടക്കുന്നത് അതിലൂടെയാണ്.
ഈവൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പലരുടെയും വിചാരം ഈജിപ്തുകാരും ഇസ്രായേൽക്കാരും രണ്ട് ഗോത്രങ്ങളാണെന്നാണ്. പച്ചക്കള്ളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമഭാഗം പരിശോധിച്ചാൽ കാണാം, ഷേമിൻ്റെ മക്കളാണ് അബ്രാഹം ആയിട്ട് വരുന്നത്. ഹാമിൻ്റെ മക്കളാണ് ഈജിപ്തിൽ പോയിട്ട് സെറ്റിൽ ചെയ്യുന്നത്. ആ സങ്കീർത്തനങ്ങളിലുണ്ട്. അത് ഹാമിൻ്റെ മക്കൾ ഈജിപ്തിൽ സെറ്റിൽ ചെയ്തു. ഈ അവരുടെ മകനായ കാനാനാണ് കാനാൻ ദേശത്ത് സെറ്റിൽ ചെയ്യണത്. അത് പാലും തേനും ഒഴുകണ രാജ്യമാണോ? ഇതാണ് ഒരു ചോദ്യം. പ്രിയമുള്ളവർ, അത് പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ വരുന്ന കച്ചവട വസ്തുക്കൾ കരമാർഗം ഈ രാജ്യങ്ങളിലേക്ക് പോയിരുന്ന സഞ്ചാരപാതയാണ്. ഈ സിറിയ, ഇസ്രായേൽ, സിറിയ, അതുപോലെ കാൽഡിയ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ അതിൻ്റെ സഞ്ചാരപാതകളാണ്. അപ്പോൾ എങ്ങനെ അബ്രഹാം കാനാൻ ദേശത്ത് എത്തി എന്നുള്ളതിൻ്റെ ഭൂപടം നിങ്ങൾക്ക് ബൈബിളിൽ കിട്ടും. അല്ലെങ്കിൽ അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ ട്രേഡ് റൂട്ട് അക്കോർഡിന് വരുന്നത്. അപ്പോൾ സിറിയയിലെ പെട്ര എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് ഈജിപ്തിൽ നിന്നുള്ള സംഘങ്ങൾ കച്ചവടത്തിനായി വസ്തുക്കൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തിരുന്ന വഴികളാണ്. പഴയ നിയമത്തിൻ്റെ ഏറ്റവും യാക്കോബിൻ്റെ മക്കളായ മക്കൾ ജോസഫിനെ വിറ്റത് ആർക്കാണ്? ഈജിപ്തിലേക്ക് പോകുന്ന കാരവൻ കച്ചവട സംഘത്തിനാണ് ജോസഫിനെ വിറ്റത്. അപ്പോൾ ഞാൻ അതാണ് ആരംഭിച്ചത്. കച്ചവടം ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭമാണ് പ്രധാനമായിട്ടും ഇവരെ ഇതിൻ്റെ ഇടയിൽ ഈ അമേരിക്കയ്ക്കും യൂറോപ്പിനും അറ്റ്ലാന്റിക് പസഫിക് ഓഷ്യൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് മുഴുവനും ഇവിടേക്കുള്ള എൻട്രി ലഭിക്കുന്ന പ്രധാന കേന്ദ്രമാണ് മെഡിറ്ററേനിയൻ സീ. ആ മെഡിറ്ററേനിയൻ സീയുടെ അറ്റത്ത് വന്ന് കിടക്കുന്നതാണ് ചെങ്കടൽ, അതുപോലെ തന്നെ ഈ സൂയസ് കനാൽ. അപ്പോൾ സൂയസ് കനാലിൽ നിന്ന് അവർ ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടക്കുന്ന ഈ പാതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ലോകത്തിലെല്ലായിടത്തും നമ്മുടെ വീടിന് ചുറ്റുമായാലും വഴിത്തർക്കം പ്രധാന തർക്കമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് വഴിയുടെ തർക്കമാണ്, ട്രേഡിൻ്റെ തർക്കമാണ്, യൂറോപ്യൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തർക്കമാണ്. ഇനി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആ ഏരിയ മുഴുവനായിട്ടും ഇസ്ലാമിക് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ ട്രേഡിൻ്റെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഈ മുഹമ്മദ് നബിയുടെ കാലഘട്ടം മുതൽ ആ ഏരിയ മുഴുവൻ ക്രമേണ ഈ അറബ്സ് കീഴടക്കാൻ തുടങ്ങി. ആ കീഴടക്കാൻ തുടങ്ങിയ രാജ്യങ്ങൾ മുഴുവൻ അവർ നോർത്ത് ആഫ്രിക്ക മുഴുവനും കീഴടക്കി, അവർ സ്പെയിൻ കീഴടക്കി, അവർ പോർച്ചുഗൽ കീഴടക്കി. അങ്ങനെ യൂറോപ്പിൻ്റെ സ്പെയിനും പോർച്ചുഗലും അറബികളുടെ കീഴിലായിരുന്നു. മറ്റൊരു വിധത്തിൽ അവരൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളായിട്ട് മാറി. ഇപ്പോഴും സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഭാഷ പരിശോധിച്ചാൽ അതിലെ 30% വാക്കും അറബ് വാക്കുകളാണ്. അത്രമാത്രം സ്വാധീനമാണ് 500 കൊല്ലത്തെ അടിമത്തം കൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്നത്. കാരണം ഈ അറബിക് അധിനിവേശം വന്നു കഴിഞ്ഞാൽ അവർ അറബി ഭാഷയാണ് ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ അറബികൾക്ക്, ഈ മുസ്ലിം ബ്രദർഹുഡിന് ഒരു അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരിക്കൽ ഒരു ഭൂമി അള്ളാഹ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി ലോകാവസാനം വരെ അള്ളാഹയുടെ ഭൂമിയാണ്. അപ്പോൾ ഈ ഏരിയ മുഴുവനും ഒരു കാലത്ത് മുസ്ലിം ഇതിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് ഇറാനിൻ്റെയും ഇറാഖിൻ്റെയും ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോഹം, സദാം ഹുസൈൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ പാൻ ഇസ്ലാമിക് രാഷ്ട്രമാണ്. ഈ മുസ്ലിമുകളെ ഒരു പരിശോധിച്ചാൽ ഒരു പ്രത്യേക കാര്യം മനസ്സിലാവും. എന്താണ്? അവർക്ക് ലോകത്തിലുള്ള അവർക്ക് രാഷ്ട്രസങ്കല്പമില്ലേ?
അവർക്ക് മതസങ്കല്പമുള്ളൂ. എന്താണ് നിങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് ഡയറക്റ്റായിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം തരാനില്ല. അതുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നില്ലേ, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന ആശയം ഇതാണ്, സർവ്വലോക മുസ്ലിമുകളെ സംഘടിക്കുവിൻ. അതിനെ വിളിക്കുന്ന പേരാണ് ഇസ്ലാമിക് ബ്രദർഹുഡ്. ഈജിപ്തിൽ നിന്നൊക്കെ അവരെ നിരോധിച്ചിട്ടുണ്ട്, ഖത്തർ നിരോധിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ നിരോധിച്ചിട്ടുണ്ട്, UAE നിരോധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഏകരാഷ്ട്രമില്ല, ഒരു കൾച്ചറില്ല, അങ്ങനെയില്ല, ഒറ്റ ലോകമുള്ളൂ. അതുകൊണ്ട് ഇത് സ്വപ്നം കണ്ടിരുന്ന ആളാണ് സദ്ദാം ഹുസൈൻ. ഇത് തന്നെ സ്വപ്നം കണ്ടിരുന്ന ആളാണ് നമ്മുടെ ആയത്തുള്ള അലി ഖമനയി. അപ്പോൾ ഇറാൻ്റെ ഇന്നത്തെ മോഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേലില്ലാത്ത ഒരു ലോകം. അപ്പോൾ മാപ്പിൽ ആ ഭാഗം കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമി തിരിച്ചു പിടിച്ച് അത് വീണ്ടും സമർപ്പിക്കുമ്പോഴാണ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക. അതുകൊണ്ട് 2040 ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് അവരവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇത് പിടിച്ചടക്കും എന്ന് 100% ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം പരിശോധിച്ച് നോക്കുക, ഇറാഖിലെ യുദ്ധമുണ്ടായപ്പോൾ ഒരു 24 മണിക്കൂർ കൊണ്ടാണ് ഇറാഖ് കുവൈറ്റിനെ കീഴടക്കിയത്. മറ്റൊരു 10 മണിക്കൂറുണ്ടെങ്കിൽ ഇറാഖ് സൗദി അറേബ്യനെ കീഴടക്കും. അപ്പോൾ ഇതറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുക, എന്തിനാണ് അമേരിക്കൻ ബേസ് സൗദിയിൽ, എന്തിനാണ് അമേരിക്കൻ ബേസ് ഗൾഫിൽ, എന്തിനാണ് അമേരിക്കൻ ബേസ് ഖത്തറിൽ. നമ്മൾ ചോദിക്കും, കാരണം ബദ്ധശത്രുക്കളാണെന്ന് പറയുന്നു, എന്നിട്ട് ഈ ബേസ് എന്തിനാണ് വെച്ചിട്ടുള്ളത്? അതിൻ്റെ കാരണം ഇവിടെ അമേരിക്കൻ ബേസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ഇറാൻ്റെ പഴയ മോഹം പുറത്തു വരും, ഇവരൊക്കെ കീഴ്പ്പെടുത്തുമെന്നറിയാവുന്നത് കൊണ്ട് അതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും അവിടെ വിളിച്ച് ഇരുത്തി സംരക്ഷണമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമ്മലാണ് അമേരിക്ക ജീവിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ ഈ മോഹം ഇതിൻ്റെ പിറകിൽ കിടന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ട്രേഡ്, മറുഭാഗത്ത് ഈ എന്താണ് കടലിടുക്കിൻ്റെ സഞ്ചാര വഴിയുടെ ഈ പ്രത്യേകത, ജിയോ പൊളിറ്റിക്സ്, മൂന്നാമതായിട്ട് ഇറാൻ്റെ പാൻ ഇസ്ലാമിക് മോഹം. അപ്പോൾ ഈ പാൻ ഇസ്ലാമിക് മോഹം നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ സംഘർഷം ആരംഭിക്കുന്നത് പാലസ്തീനിൽ നിന്നാണല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു നിർണായകമായ ചോദ്യം ഒരാൾ ചോദിച്ചതാണ്, ഖുറാനിൽ പാലസ്റ്റൈൻ എന്ന വാക്കുണ്ടോന്ന്. ഖുറാനിൽ പാലസ്റ്റൈൻ എന്ന വാക്കില്ലേ? പാലസ്റ്റൈൻ എന്ന രാജ്യം ചരിത്രത്തിൽ എന്നെങ്കിലും നിലനിന്നിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. പാലസ്റ്റൈൻ എന്ന രാജ്യം ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും നിലനിന്നിട്ടില്ല. അപ്പോൾ ഈ ഗാസ പ്രദേശത്തുണ്ടായിരുന്ന ഫിലിസ്റ്റൈൻസ് ആരാണ്? ഫിലിസ്റ്റൈൻസും പലസ്തീനും തമ്മിലൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. ഫിലിസ്റ്റൈൻസ് എന്ന് പറയുന്നത് പുറമേ നിന്ന് യൂറോപ്പിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകളാണെന്നാണ് മോഡേൺ സ്കോളർഷിപ്പ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അവരുടെ ഉയരത്തിൽ വ്യത്യാസമുണ്ട്, ഫിസിക്കൽ വ്യത്യാസമുണ്ട്, എല്ലാം ഡിഫറൻ്റാണ്. അപ്പോൾ ഈ പാലസ്റ്റീൻ എന്ന വാക്ക് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? അത് നമുക്ക് ഇസ്രായേലിൻ്റെ മോഹം എന്താണെന്ന് നോക്കണം. ഒരു ഭാഗത്ത് നമ്മൾ ഇറാൻ്റെ മോഹം നോക്കി ഇല്ലേ, ഇനി ഇസ്രായേലിൻ്റെ മോഹം എന്താണ്? അത് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? ഇസ്രായേലിൽ എന്തുകൊണ്ടാണ് ദാവീദ് രാജാവിനെ അവർ ഇത്രമാത്രം മഹത്വപ്പെടുത്തുന്നത്? എന്താണ് സോളമൻ രാജാവിനെ ഇത്രയധികം മഹത്വപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? ദാവീദിനേക്കാൾ മിടുക്കനാണ് സോളമൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതിന് ദൈവശാസ്ത്രപരമായ ഒരടിത്തറയില്ലേ. കാരണം നമ്മൾ POC ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൽ നോക്കി വായിച്ചാൽ കാണാം, സോളമൻ്റെ പുസ്തകം എന്ന ജ്ഞാനം പറയപ്പെടുന്നുണ്ടെങ്കിലും അത് സോളമൻ്റെ പുസ്തകമല്ല, സോളമൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ സോളമനെ ഇത്രമാത്രം ഇസ്രായേൽക്കാർ
പൂവിട്ട് പൂജിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് നിങ്ങൾ ദാവീദിൻ്റെ ഇസ്രായേൽ മാപ്പും സോളമൻ്റെ ഇസ്രായേൽ മാപ്പും തമ്മിലുള്ള ആ വ്യത്യാസം തിരിച്ചറിയണം. ദാവീദിൻ്റെ ഇസ്രായേലിൻ്റെ മാപ്പിൽ കടലിലേക്ക് കടക്കാനുള്ള ഒരു തുറമുഖം ഇല്ല. സോളമൻ കീഴടക്കിയ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ഏലിയാത്ത് എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരം കൂടി ഈ സോളമൻ്റെ ഇസ്രായേലിനകത്ത് കിടപ്പുണ്ട്. കാരണം ഏത് വഴി അടഞ്ഞാലും ഇസ്രായേൽക്കാർക്കോ മറ്റു രാജ്യങ്ങൾക്കോ ട്രേഡ് നടത്തണമെങ്കിൽ ഏലിയാത്ത് എന്ന് പറയുന്ന തുറമുഖത്തിലൂടെ അവർക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്കും ഏഷ്യയിലേക്കും പ്രവേശിക്കാം. അതാണ് സോളമൻ്റെ ഈജിപ്തിൻ്റെ പ്രത്യേകത. അവർ രാഷ്ട്ര നേതാക്കളെ ആദരിച്ചിരുന്ന ആളുകളാണ്. ഇസ്രായേലിൽ പോയിട്ടുള്ളവർ പറയുന്നത് ദാവീദ് എന്ന് പറഞ്ഞാൽ അവർ ദൈവം കഴിഞ്ഞാൽ പിന്നെ അവർ സ്നേഹിക്കുന്ന ആളാണ്. കാരണം യൂദാ വംശത്തിന്, ജൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ജൂദാ വംശത്തിലെ ആൾക്കാരാണ്. അവർക്ക് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി നേടിക്കൊടുത്ത ആളാണ് ഈ ദാവീദും സോളമനും. അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കില്ല. മാത്രമല്ല അവരുടെ പൊളിറ്റിക്സിൻ്റെ കേന്ദ്രം ജെറുസലേം ദേവാലയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ മോഹം എന്ന് പറയുന്നത് സോളമൻ്റെ ഇസ്രായേൽ പുനഃസ്ഥാപിക്കണം, അതാണ് മോഹം. ഇപ്പം നിങ്ങൾ 6 Day വാർ, അതിലൂടെ 1947 ബ്രിട്ടീഷ് മാൻഡേറ്റ് വഴി കിട്ടിയ ഇസ്രായേലല്ല ഇപ്പോഴുള്ള ഇസ്രായേൽ. 6 Day വാറിലൂടെ അവരെന്ത് ചെയ്തു? അവർ ഏലിയാത്ത് ദ്വീപും കൂടി അവരുടെ ഭാഗമാക്കിയിട്ട് മാറ്റി. അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കുറേ തിരിച്ചു കൊടുത്തുവെങ്കിലും ഈ ഏലിയാത്ത് ഈ തുറമുഖം അവരുടെ ഭാഗമാക്കിയിട്ട് മാറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഈ പാലസ്തീൻ എന്ന പേര് എങ്ങനെയാണ് അവിടെ വന്നത്? ഇതാണ് നമ്മെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. ആ ഏരിയയ്ക്ക് പാലസ്തീൻ സിറിയ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? അത് ഏത് കാലഘട്ടത്തിലാണ് അത് വന്നത്? അത് ഒരു രാജ്യം എന്ന എൻറ്റിറ്റി ആയിട്ട് നിലനിന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാരണം? ഈ നമ്മൾ കേട്ടിട്ടുള്ളത് AD 72 ബാർ കോച്ച്ബയുടെ ഒരു റവല്യൂഷൻ റോമാക്കാർക്കെതിരെ നടന്നു. അതിനെ ബ്രൂട്ടലായിട്ട് അടിച്ചമർത്തി റോമാക്കാർ ജെറുസലേം ദേവാലയത്തെ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അവിടെ ആനയെ കൊണ്ടുവന്ന് ഉഴുത് അവിടെ സൾഫർ വെതറി ഇനിയൊരു സാധനം പോലും അവിടെ മുളയ്ക്കാത്ത വിധം ജെറുസലേം ദേവാലയത്തെ നശിപ്പിച്ചു എന്നതാണ് ഒരു ആവറേജ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ജെറുസലേമിനെ കുറിച്ചുള്ള ഒരു ധാരണ. പിന്നീട് ഇസ്രായേൽക്കാർ അവിടെ നിലനിന്നിരുന്നുവോ? എന്നാണ് അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നത്? നമുക്ക് യാതൊരു അറിവില്ലേ. എത്ര കാലഘട്ടം വരെ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു? പ്രിയമുള്ളവർ, ജ്യൂസ് അപ്പോഴും അവിടെയുണ്ട്. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അവർ വീണ്ടും ഓർഗനൈസ് ചെയ്ത് ജൂ എന്ന് പറഞ്ഞാൽ യൂദായുടെ പിൻഗാമികൾ കേട്ടോ, എല്ലാ ഇസ്രായേൽക്കാരല്ല, ജ്യൂസ് അവരവിടെയുണ്ട്. അവർ വീണ്ടും 150 വിപ്ലവം നടത്തി റോമാക്കാർക്ക് എതിരായിട്ട്. വീണ്ടും അവർ AD 300 വിപ്ലവം നടത്തി. AD 300 വിപ്ലവം നടത്തിയപ്പോൾ റോമാക്കാരെന്ത് ചെയ്തു? യഹൂദ രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ദൈവരാജ്യം എന്നുള്ള സങ്കല്പത്തെ അടിച്ചുടയ്ക്കാൻ വേണ്ടി അവരൊരു നോമൻക്ലേച്ചർ പേര് കൊടുക്കുകയാണ്. എന്തെന്ന്? പാലസ്തീൻ സിറിയ. അല്ലാതെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം അവിടെ ഉണ്ടായിരുന്നിട്ടില്ലേ. അപ്പോൾ പാലസ്തീൻ സിറിയ എന്ന പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂപടത്തിൽ നിന്ന്, റോമൻ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ അങ്ങനെ അപ്രത്യക്ഷമായി. അതിന് പകരം പാലസ്റ്റൈൻ എന്ന പേര് വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, അവിടെ ഒരു ജനങ്ങളുണ്ടായിരുന്നു, അവിടെ അവർക്കൊരു രാജാവുണ്ടായിരുന്നു? ഇല്ല. ഫിലിസ്റ്റൈൻസും ഇന്ന് അവിടെയുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അവിടെയുള്ള ഇസ്രായേൽക്കാരും അവിടെയുള്ള പാലസ്തീനുകളും അവിടെയുള്ള ആ പ്രദേശത്തുള്ള അറബികളും ഒക്കെ ചേട്ടനനിയന്മാരാണ്. അവർ വ്യത്യസ്ത മതങ്ങളിൽ വന്ന് പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എത്നിക്കായിട്ട് ഒരേ ബോണ്ടുള്ള ആളുകളാണ് അവർ. അവരുടെ ഭാഷ ഒന്നാണ്. സെമിറ്റിക് ലാംഗ്വേജാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറബിൻ ഈ അറമായിക്കും തമ്മിൽ ബന്ധമുള്ള ലാംഗ്വേജസാണ്. അപ്പോൾ അത്രയ്ക്ക് ഗോത്രപരമായിട്ട് ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന ഈ സമൂഹം അതിൻ്റെ അകത്താണ് മതപരമായ വ്യത്യാസമാണ് അവർ തമ്മിലുള്ള, അല്ലാണ്ട് എത്നിക് ഡിഫറൻസ് ഇല്ല അവർ. അത് പലപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് പാലസ്റ്റൈൻ എന്ന പേര് റോമക്കാർ ഇവരെ ഭൂമുഖത്തു നിന്ന് തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുള്ളൊരു നോമൻ ക്ലേച്ചറായിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നീട് ജ്യൂസിന് അവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. അറബ്സ് രൂപം കൊണ്ടപ്പോഴാണ് അറബികൾ അവിടെ കീഴടക്കിയപ്പോൾ ജ്യൂസ് ആണ് മുഹമ്മദ് നബീനെ വധിച്ചിട്ടുള്ളത്. ഒരു ജൂയിഷ് സ്ത്രീയാണ്. അതുകൊണ്ട് യഹൂദന്മാരായിട്ടുള്ള ആജീവനാന്ത വഴക്ക് അവർക്കുണ്ട്. അങ്ങനെയാണ് ഈജിപ്തിൽ നിന്ന് അതുപോലെ ആ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിൽ നിന്നൊക്കെ യഹൂദന്മാർക്ക് പതുക്കെ പതുക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ സമയത്തും കുറച്ച് ജ്യൂസ് അവിടെ ഉണ്ട്, ഇസ്രായേലിനുണ്ട് കച്ചവടത്തിനായിട്ട്. കാരണം ഇവരെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. യഹൂദന്മാർ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഇൻ്റർലൊക്യൂട്ടേഴ്സാണ്. ഇൻ്റർലൊക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ട്രേഡ് നടത്തണമെങ്കിൽ ഒരു വിഭാഗത്തിന് വേറൊരു വിഭാഗവുമായിട്ട് സംസാരിക്കാനുള്ള മധ്യവർത്തികളാണ്. ഈ ഇസ്രായേലിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്ന് മലയാളം സംസാരിക്കണമെങ്കിൽ ഇവിടെ മലയാളം അറിയാവുന്ന യഹൂദനുണ്ട്, ചൈനീസ് ഭാഷ അറിയാവുന്ന യഹൂദൻ ചൈനയിലുണ്ട്, തമിഴ് ഭാഷ അറിയാവുന്ന യഹൂദൻ തമിഴ്നാട്ടിലുണ്ട്, ഇനി ഇംഗ്ലീഷ് അറിയാവുന്ന യഹൂദൻ ഇംഗ്ലണ്ടിലുണ്ട്, റഷ്യൻ അറിയാവുന്ന യഹൂദൻ റഷ്യയിലുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു രാജ്യത്തിനും യഹൂദനെ കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയായിരുന്നു അറബികൾക്കും. പിന്നെ അറബികളും യഹൂദന്മാരും തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിംസും ജ്യൂസും തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അത് നമ്മൾ ക്രിസ്ത്യാനികളുടെ കയ്യിലിരിപ്പാണ്. നമ്മൾ ഈ കുരിശുയുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഒറിജിനലി അത് നമ്മുടെ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും സ്വാതന്ത്ര്യ സമരമാണ് കുരിശുയുദ്ധം. അതാണ് പിന്നീട് ഇവർ പറഞ്ഞത് റോമൻ സാമ്രാജ്യം കീഴടക്കിയിരുന്ന എല്ലാ സ്ഥലങ്ങളും ഇവരുടേതാണെന്ന്. അങ്ങനെ കുരിശുയുദ്ധക്കാർ ജെറുസലേമിലെത്തിയപ്പോൾ ജെറുസലേം ആരുടേതാണെന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് യഹൂദന്മാർ വിട്ടുകൊടുക്കില്ല. അങ്ങനെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ പൊളിറ്റിക്കലി വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മുസ്ലിമുകളും യഹൂദന്മാരും ഒറ്റക്കെട്ടായിരുന്നു നമ്മളെ എതിർക്കുന്നതിൽ. പക്ഷേ ക്രമേണ അവർക്ക് ഈ ഇസ്ലാം തന്നെ അവരെ കീഴടക്കിയപ്പോൾ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് അവർ ചിഹ്നിച്ചെതിറിപ്പോയി. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് അവരെ 1947 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 45 വേൾഡ് വാർ അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രകാരം, കാരണം ആ സമയത്ത് ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു, അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് ഇത് വാങ്ങി ഇസ്രായേൽ രാജ്യം അവിടെ പുനഃസ്ഥാപിച്ചു. അങ്ങനെ ജ്യൂസ് അവിടെ വീണ്ടും ഒരു രാജ്യമുണ്ടാക്കിയപ്പോൾ ഇസ്ലാമിന് അത് സ്വീകരിക്കാൻ പറ്റിയില്ല. അത് സ്വീകരിക്കാൻ പറ്റാതായപ്പോഴാണ് പാലസ്തീനാണ് ഇത് ഒറിജിനൽ രാഷ്ട്രം എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരികയാണ്. ഇത് പാലസ്തീനാണ് ഒറിജിനൽ, അല്ലാണ്ട് ഇവിടെ. കാരണം നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ, റോമൻ മാപ്പ്, യൂറോപ്പിൻ്റെ കയ്യിലുള്ള മാപ്പ് പരിശോധിച്ച് നോക്കുമ്പോൾ പാലസ്തീനാണ്. അവിടെ വെച്ച് യുണൈറ്റഡ് നേഷൻസിലൂടെ ഒരു കരാറിൽ വന്നു പെടുകയാണ്. എന്താണ് കരാറ്? ടു നേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പേസിൽ പാലസ്റ്റൈൻ ഒരു നാഷനായിട്ട് നിലനിൽക്കുക, ഇസ്രായേൽ ഒരു നാഷനായിട്ട് നിലനിൽക്കുക. ഇതാണ് പാലസ്റ്റീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത്.
പക്ഷേ പലസ്റ്റൈനിന് ഇത് സ്വീകാര്യമല്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ഒറിജിനൽ പാലസ്തീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻകാരുടെ കയ്യിലുള്ള മാപ്പിലുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ഥലം മുഴുവനും പാലസ്റ്റീൻ്റെയാണ്. ജ്യൂസിന് വേണമെങ്കിൽ അവിടെ താമസിക്കാം. സ്വാഭാവികമായിട്ട് സൗദി അറേബ്യയിലുള്ള പോലെയോ. സൗദി അറേബ്യയിൽ മുസ്ലിമുകളല്ലാത്തവരെ മുഴുവനും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. അവർ പ്രത്യേക ടാക്സൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യഹൂദന്മാർക്ക് രണ്ടാം സ്ഥാനം കൊടുത്തിട്ട് പാലസ്തീൻ മുഴുവൻ അവരുടേതാകണമെന്നതാണ് ഒറിജിനൽ പാലസ്റ്റൈൻ മോഹം. ആ മോഹത്തെ ഇറാൻ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഹിസ്ബുള്ളയായാലും ഹൂതികളായാലും മറ്റ് ഭീകര സംഘടനകൾ എന്ന് പറയും ഹമാസായാലും, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ യമനിലാണ്. അതൊരു കടലിടുക്കാണ്. കാരണം ഈ ചെങ്കടലിലൂടെ നമുക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരണമെങ്കിൽ ഉള്ള 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഗ്യാപ്പാണ് ഈ യമൻ നിലനിൽക്കുന്നത്. അവിടെയാണ് അമേരിക്കൻ കപ്പൽ പോകുമ്പോൾ ഹൂതികൾ ഒരേ മിസൈൽ വിടുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ കംപ്ലീറ്റായിട്ട് കീഴടക്കി പാലസ്തീൻ എന്ന രാഷ്ട്രം സ്ഥാപിക്കുകയും അതിൽ യഹൂദന്മാർ താമസിച്ചോട്ടെ എന്ന നിലപാടാണ് ഇറാനെ പോലുള്ള ആളുകൾ പുലർത്തുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ ഫോർമുലയ്ക്ക് ഇസ്രായേൽ തയ്യാറല്ല. മാത്രമല്ല, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫോർമുലയ്ക്ക് തയ്യാറായാൽ പിന്നെ ഇവർക്കറിയാം, യൂറോപ്യൻസിനറിയാം, അമേരിക്കൻസിനെ അറിയാം, അതിലൂടെ ഒരു കപ്പൽ പോലും കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കപ്പൽ പോലും കടന്നു പോകാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലാണ്? സമ്പൂർണ്ണമായിട്ട് ഇവർ പറയുന്ന ടാക്സ് കൊടുത്ത് ആ വഴിയിലൂടെ കപ്പൽ ഓടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ വഴി അടയാനായിട്ട് അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും G7 രാജ്യങ്ങളുടെയും നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ യുദ്ധത്തെ ഫ്രാൻസ് അപലപിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടൻ അപലപിച്ചു എന്നൊക്കെ പറഞ്ഞാലും അന്തിമ നിമിഷം വന്നപ്പോൾ G7 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയോടും ഇസ്രായേലിനോടൊപ്പം അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള കാരണം ഇറാൻ്റെ കയ്യിലാണ് ബോംബ് വന്നാൽ അവർ ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കും. ഇസ്രായേലിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പാലസ്തീൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു സ്വർഗം അവർ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തെ ഒരു കാരണവശാലും മുളച്ചു പൊന്താൻ അമേരിക്കയും G7 രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സമ്മതിക്കില്ല. അതുകൊണ്ട് കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നിസ്സാരമായ ഒരു വഴിത്തർക്കമാണ്. ആ വഴിത്തർക്കത്തിലെ ഒരു അമേരിക്കയുടെ ഒരു ബേസാണ് ഇസ്രായേൽ, യൂറോപ്പിൻ്റെ ഒരു ബേസാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പിറകിൽ എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, കൂടാതെ അതിൽ വഴിത്തർക്കമുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങളെയും രാഷ്ട്രീയ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ യുദ്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാട് എന്താണ്? അത് കൂടെ മാർപ്പാപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബേസിക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ള യുദ്ധത്തിന് സെൻ്റ് അഗസ്റ്റിൻ്റെ കാലം തൊട്ട് പറയുന്ന പേരാണ് ജസ്റ്റ് വാർ. പക്ഷേ അടുത്തിറക്കിയ ഡോക്യുമെൻറ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അനന്തമഹാത്മ്യം എന്ന് പറയുന്ന പേരിൽ കത്തോലിക്ക തിരുസഭയുടെ മജിസ്റ്റേരിയം, അതായത് വിശ്വാസ തിരുസംഘം, ഒരു രേഖ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫുകളിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് വാറിനെ പോലും കട്ട് ചെയ്തുകൊണ്ട് സഭ പറയാണ്, യുദ്ധം മനുഷ്യവർഗത്തിൻ്റെ പരാജയമാണ്. അത്
ഇസ്രായേലിൻ്റെ പരാജയമാണെന്നോ അമേരിക്കയുടെ പരാജയമാണെന്നോ അല്ലെങ്കിൽ അവർ ചെയ്യണത് തെറ്റാണെന്നോ അല്ല. യുദ്ധം ആസ് സച്ച് മനുഷ്യവർഗത്തിൻ്റെ പരാജയമാണ്. നമ്മളെല്ലാവരും ആ പരാജയത്തിൽ ഉത്തരവാദികളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയും പാലസ്റ്റീൻ്റെ ഐഡൻറ്റിറ്റിയും ഒരുമിച്ച് നിലനിർത്തുന്ന ആ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ച് സമാധാനത്തിലേക്ക് പോകണം. അല്ലാതെ എങ്കിൽ മാത്രമേ യുദ്ധം ഇല്ലാതാകുള്ളൂ. അല്ലാതെ ഒരു പാൻ ഇസ്ലാമിക് മോഹം വെച്ച് ഈ ഹൂതികളെയും ഹമാസിനെയും പ്രോക്സികളാക്കി നിർത്തി ഇസ്രായേലിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കപ്പെടും. അത് ലോകത്തിലെ സമാധാനം മാത്രമല്ല ഐശ്വര്യവും ഇല്ലാതാക്കും. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മളൊരിക്കലും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഇറാൻ്റെയോ പക്ഷം പിടിച്ചുകൊണ്ട് രണ്ടുപേരിടി കൂടണ കാണുമ്പോൾ സിനിമയിൽ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മൾ ചെയ്യരുത്. ഇതിൽ യുദ്ധത്തിൽ ദൈവഹിതമില്ല. ദൈവത്തിൻ്റെ ഹിതം കാരണം ഇറാനികളും ദൈവത്തിൻ്റെ മക്കളാണ്, ഇസ്രായേൽക്കാരും ദൈവത്തിൻ്റെ മക്കളാണ്, വിജാതീയനും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്തു പഠിപ്പിച്ച ദൈവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ഭാഗത്തെ ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്തു മത അനുയായികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ പക്ഷം പിടിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ശരിയുടെ പക്ഷത്ത് നിൽക്കുക, യുദ്ധം ഒഴിവാക്കാനുള്ള അവസാനത്തെ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ ഉപയോഗിക്കുക. പരസ്പരം ഗ്രൂപ്പ് ചേർന്ന് വഴക്കിലേക്ക് പോകാതിരിക്കുക. ഇതാണ് ഈ വിശകലനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.